ദേ ഈ 5 രൂപയുടെ ബൂസ്റ്റ് ഉണ്ടെങ്കിലേ നമുക്കിന്നേ നോമ്പ് തുറക്കാൻ ഒരു കിഡിലൻ ഡ്രിങ്ക് അങ്ങ് തയ്യാറാക്കിയാലോ. അതും ഇതിൽ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ചേരുവ ദേ ഈ കാണുന്ന ആളാണ് കേട്ടോ. നമ്മുടെ ഇവിടെ ചക്കരക്കിഴങ്ങ് എന്ന് പറയും, ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ മധുരക്കിഴങ്ങ് എന്ന് പറയും കേട്ടോ. ഇത് വെച്ചിട്ടാണ് ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു വട്ടെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോമ്പ് വന്നാൽ നമ്മൾ പല വെറൈറ്റി ഡ്രിങ്ക്സും ഇതുപോലെ തയ്യാറാക്കി നോക്കാറുണ്ടല്ലേ. എന്നാലേ അക്കൂട്ടത്തിൽ ഇതുകൂടെ ഒന്ന് തയ്യാറാക്കി നോക്കിയുള്ളൂ കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് നോക്കിയാലോ. ഈ ഒരു മധുരക്കിഴങ്ങിനെ കാണുന്ന സമയത്ത് എന്താ ഇതിങ്ങനെ കറുത്തിരിക്കുന്നത് തോന്നുന്നുണ്ടോ? എന്നാലേ ഇത് കുറച്ചധികമായി ഞാൻ പുഴുങ്ങി വെച്ചിട്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇതിങ്ങനെ കളറ് മങ്ങിപ്പോയേക്കുന്നത്. നമ്മളെ ഈ മധുരക്കിഴങ്ങ് എടുക്കുന്നതിനനുസരിച്ചിട്ടാണ് പാല് ചേർക്കേണ്ടത് കേട്ടോ. അതായത് നിങ്ങൾ മിക്സിയിലിട്ട് അടിക്കുന്ന സമയത്ത് അത് കട്ടി കൂടുതലാണെങ്കിൽ കൂടുതൽ പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ദേ ഈ ഒരു വലുപ്പത്തിലുള്ള കിഴങ്ങാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മിക്സിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. കൂടെ തന്നെ നമുക്ക് കാഷ്യൂനട്ടാണ് വേണ്ടത്. ഞാനിവിടെ ഒരു 12 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടിയെടുക്കുന്നവർക്ക് കൂട്ടിയെടുക്കാം. ഇതൊന്നും നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് അരഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അതുകൂടെ ചേർത്തതിന് ശേഷം ഞാനിതിലേക്ക് 1 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ തണുത്ത പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഞാനിവിടെ ഏകദേശം 2 കപ്പോളം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണാണ് മധുരം ചേർക്കുന്നത്. നിങ്ങൾക്കറിയാലോ മധുരക്കിഴങ്ങിൽ മധുരമുണ്ട്, അതുപോലെ ബൂസ്റ്റിലും കുറച്ച് മധുരം ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒരു പാക്ക് ബൂസ്റ്റ് ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു 2 ഗ്ലാസ്സാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ ഒരു ബൂസ്റ്റിൻ്റെ പാക്ക് മതിയാവും കേട്ടോ. അതല്ല ഒരു 4 ഗ്ലാസ്സോളമൊക്കെ നമ്മൾ പാലെടുക്കുകയാണെങ്കിൽ നമുക്കൊരു 2 ബൂസ്റ്റിൻ്റെ ഇത് വേണം കേട്ടോ. ഈ 5 രൂപേൻ്റെ ബൂസ്റ്റാണ് ഞാൻ പറയുന്നത്. അതല്ല നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് കൂട്ടണമെങ്കിൽ കൂട്ടാം കേട്ടോ. അത് നിങ്ങൾക്ക് ആദ്യം അടിക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവും. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക, അത്ര പണിയുള്ളൂ കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സംഭവം. അപ്പോൾ ഇതുവരെ ഇതുപോലെ മധുരക്കിഴങ്ങ് വെച്ചിട്ട് ഇങ്ങനൊരു ജ്യൂസ് തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരാണെങ്കിലേ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.